ഈ കാണുന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായി? ഇത് ഞാനൊരു ബ്രേസ്ലെറ്റ് രൂപത്തിലാക്കിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്നിട്ട് ഇത് ഫുൾ ചെയ്തിട്ട് നമ്മളിതാണ്ട് ഇതുപോലെ വെച്ച് നോക്കണം എവിടം വരെ എത്തി എന്നുള്ളത്. ഇതിങ്ങനെ വന്നിട്ട് വല്ലാത്ത രീതി കമന്ന് കിടക്കും. അത് കമന്ന് കിടക്കാതിരിക്കണമെങ്കിൽ ഈ നടുഭാഗത്ത് ഒരു ബോൾ ഇട്ട് കൊടുത്താൽ മതി. ഹലോ, എന്തുണ്ട് വിശേഷം? നമ്മളങ്ങനെ എത്തി കേട്ടാ. ഇന്ന് നമ്മൾക്ക് എന്തായാലും ഒരു സിമ്പിൾ സംഭവമാണ്. പക്ഷേ സിമ്പിളാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അത് ഒരുപാട് കാര്യങ്ങൾ ആ ഒരൊറ്റ ഇതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. പാദസരം ചെയ്യാം, ബ്രേസ്ലെറ്റ് ചെയ്യാം, വള ചെയ്യാം, മാല ചെയ്യാം. അതാണ് സംഭവം. ഈ കാണുന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായി? ഇത് ഞാനൊരു ബ്രേസ്ലെറ്റ് രൂപത്തിലാക്കിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇനി ഒരു മാല അല്ലെങ്കിൽ ഒരു പാദസരം ഇതൊക്കെ കാണിക്കണമെങ്കിൽ ഒരുപാട് ടൈം വേണ്ടി വരും. അപ്പോൾ ഇത് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാം രീതിയെല്ലാം ഒന്ന് തന്നെയാണല്ലോ. അപ്പം നമുക്ക് ബ്രേസ്ലെറ്റ് കാണിക്കുന്നതല്ലേ നല്ലത്. ഇതിപ്പോൾ ബ്രേസ്ലെറ്റ് ആയതുകൊണ്ട് ഇത് ഹൂക്കാൻ ചെയിൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം തണ്ട് ഇങ്ങനെയും വരും. ഇവിടെ ഇങ്ങനെ നമ്മൾ ഗുങ്കുര് കെട്ടിയിടുകയാണെങ്കിൽ, ഈ മുത്തുകൾ തന്നെ ഗുങ്കുര് കെട്ടിയിടുകയാണെങ്കിൽ ശരിക്കും ഒരു ബ്രേസ്ലെറ്റായി. പാദസരമാണ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് റിങ് ചെയ്യണം. അപ്പോൾ ഈ ഹൂക്കാൻ ചെയിൻ എടുക്കരുത്. സ്റ്റാർട്ട് റിങ് ഉണ്ടല്ലോ, ആ റിങ്ങിനകത്ത് വേണം നൂല് കെട്ടാനായിട്ട്. എന്നിട്ടാണല്ലേ നമ്മൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ എസ്കൊളുത്തൊക്കെ ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മാലയാണ് ആക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഇടാം, ഈ ഹൂക്കാൻ ചെയിൻ ഇടാം. ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വള ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാനിതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായതുകൊണ്ട് പറയുകയാണ്. ഈ വള ചെയ്യുമ്പം നമ്മൾ സാധാ വള ചെയ്തിരുന്നല്ലോ പണ്ട്. ആ വളയിൽ നമ്മൾ ആദ്യം തരുന്ന ആ നൂല് അതിൽ വെച്ച് തന്നെയാണ് നമ്മൾ വള ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇത് 2 നൂലിൻ്റെ വർക്കാണ്. ഒരു സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷനായി പോകും. കാരണം അതെങ്ങനെയാണ് 2 ലെയർ ഇട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പം നമ്മളെങ്ങനെ അതിൽ വെച്ച് തന്നെ ഇതുപോലെ ആദ്യം അങ്ങ് കൊരുത്തിങ്ങ് പോകും. ഇപ്പോൾ ഇത് പുതിയൊരു വളയുടെ ബേസുകൾ എത്തിയിരിക്കുന്നതാണ്. കുറേ വളയുടെ ബേസുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കാറ്റലോഗിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഒരു ഹോളാണ് നമ്മുടെ സാധാ വളയുടെ. പിന്നെ 2 സൈഡിലും ഒരു ഡിസൈൻ ഉള്ളെന്ന് മാത്രം. പിന്നെ നമുക്ക് സാധാ മുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ ഡിസൈനൂടെ വരുന്നതുകൊണ്ട് കുറച്ചും കൂടി ഭംഗി കൂടുതലായിരിക്കും നമ്മുടെ സാധാ വള ചെയ്താലും. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ പാദസരം കാണിച്ചല്ലോ, പാദസരം അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് കാണിച്ചല്ലോ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇത് ഫുള്ളായിട്ട് അങ്ങ് ഉണ്ടാക്കുക. ഇതുപോലൊരു മുത്തിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഈ റിങ്ങിലൊന്നും സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം നമുക്ക് വള ചെയ്യുമ്പോൾ റിങ്ങിലൊന്നും പറ്റത്തില്ല. എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്നിട്ട് ഇത് ഫുൾ ചെയ്തിട്ട് നമ്മളിതാണ്ട് ഇതുപോലെ വെച്ച് നോക്കണം എവിടം വരെ എത്തി എന്നുള്ളത്. ഇങ്ങനെ നോക്കി വരുമ്പോൾ എന്നിട്ട് തയ്ച്ച് കൊടുക്കണം. ആദ്യം ഒരു സൈഡ് തയ്ക്കണം. ആകെ ഒരു ഹോളേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സൈഡ് തയ്ച്ച് ഇങ്ങ് വരണം. എന്നിട്ട് അടുത്ത തയ്യലും ഈ മറു സൈഡും കൂടി അതേ ഹോളിൽ തന്നെ തയ്ച്ച് കൊടുത്ത് നോക്കണം. അപ്പോൾ വളയൊക്കെ സൂപ്പറായിരിക്കും. ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ 2 ഹോളുള്ളതിൽ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിരുന്നു. അപ്പോൾ 2 ഹോള് ഇതൊന്ന് ട്രൈ ചെയ്ത് ഞാൻ നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വളകളൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വള വേണമെങ്കിൽ വാങ്ങിക്കാം, നല്ലതായിരിക്കും. ഇത് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സാധാ വള ചെയ്യുന്നതിന് നല്ല രസമായിരിക്കും. 2 സൈഡിൽ കണ്ടില്ലേ ബോൾ ചെയിൻ പോലെ വന്നിരിക്കുകയാണിത്. ബോൾ ചെയിൻ പോലെയാണ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് മാത്രം വന്നിട്ട് ഏത് സംഭവം കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ ആ ക്രിസ്റ്റൽസ് മാത്രം കൊടുത്തു പോയാൽ മതി. അപ്പോൾ നമ്മൾ സാധാ വളയേക്കാളും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത്, ബ്ലാക്ക്. അങ്ങനെ ഞാൻ 2 കളർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇത് 2 കളറിലാണ് നമ്മൾ ചെയ്യാറുള്ളത്, ബ്ലാക്കും മെറൂണും. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് പേളിലാണ്. നമുക്ക് പേളിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുകയാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാം ഞാൻ പറയാൻ പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾ പറയും എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലെന്ന്. അതൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഇതെല്ലാം മൈക്രോ പ്ലേറ്റഡാണ്. ഞാനിപ്പോൾ വിചാരിക്കുക കുറച്ച് എല്ലാം ഒന്ന് എടുത്ത് പ്ലേറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കും. ഇതിന് മുമ്പ് ഞാൻ എൻ്റെ എല്ലാ സംഭവങ്ങളും പ്ലേറ്റഡാണ്. ഇന്നും ആൾക്കാരുടെ കയ്യിൽ അതിരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ ഉള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് വിചാരിക്കുന്നത് ഹൂക്കാൻ ചെയിൻ, ഫിഷ് ഹൂക്ക്, എസ്കൊളുത്ത്, ഇങ്ങനെ കുറച്ച് അത്യാവശ്യ സംഭവങ്ങളുണ്ടല്ലോ, അവരെല്ലാം കൊടുത്തൊന്ന് പ്ലേറ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിലയും വാങ്ങിക്കാൻ പറ്റും. നമുക്ക് അന്തസ്സായിട്ട് ചോദിക്കാം, നമുക്ക് ഇത്ര രൂപയാവും എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഈ വാങ്ങുന്നവർക്ക് കൈ കിടക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ. അല്ല പെട്ടെന്ന് വെളുത്ത് പോകണം ആഗ്രഹിക്കുന്ന ആരുമില്ല. പൈസ കിടന്ന് അടി വയ്ക്കുന്ന വ്യക്തികൾ പോലും പെട്ടെന്ന് വെളുക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട്
എന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന മൈക്രോ ഒന്നും വെളുക്കുന്നൊന്നുമല്ല, പക്ഷേ ചിലരുടെ ശരീരത്തിലെ ആ വിയർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് 5 മിനിറ്റ് കൊണ്ട് തന്നെ കറുത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു 100 പേരെ എടുത്ത ഒരു 5 എണ്ണത്തിന് അങ്ങനത്തെ ഒരു അലർജിയുടെ ഒരു ഇത് കാണും. അപ്പോൾ അതിന് അവരെ പ്രതിയൊന്നുമല്ല, നമ്മൾ കൊടുത്താൽ നമുക്ക് കുറച്ച് നാൾ നിലനിൽക്കണമല്ലോ, അങ്ങനെ ആഗ്രഹിക്കണമല്ലോ നമ്മൾ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ 2 കളറിലാണല്ലോ ഞാൻ ചെയ്തേക്കുന്നത്, കണ്ടല്ലോ 2 കളറ്. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് പാദസരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ എന്തോ ഒരു രസമാണെന്നറിയാം. പാദസരത്തിന് ഒരു നല്ല പവറായിരിക്കും. പക്ഷേ പലരും വിലയിടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരടുത്ത് പറയാം ഇത്ര രൂപയെന്നും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാകണം, 2 കാലുണ്ട്, 2 കാലിലൂടെ വരുമ്പോഴത്തേക്ക് ഇത്ര ബീഡ്സ് കയറുമെന്നറിയാം. അതുകൊണ്ട് ഒരിക്കലും ഒരു കമ്മലായാലും പിന്നെ പാദസരമായാലും നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് കണ്ട് വില പറയരുതേ. 2 കാലിലൂടെ കയറുമ്പോഴത്തേക്കുള്ള ആ മണിയുടെയും അതിൻ്റെ എല്ലാം ആ ഒരു ഇത്ര കയറുമെന്നുള്ളതുകൂടെയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അതിന് വില പറയാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്രേസ്ലെറ്റ് ആണല്ലോ അടുത്തും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹുക്ക് ആൻഡ് ചെയിനാണ്. അപ്പോൾ ഇത് നമ്പർ 3 മണിയാണ്. നോക്ക്, ഇതാണല്ലോ നമ്മളെല്ലാം സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരുന്നത്, നമ്പർ 3 മണി. ഇത് നമ്പർ 4 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കിയത് എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ കുറച്ചും കൂടി വലിപ്പമുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്പർ 5 ആണ് വരുന്നത്. അത് പ്ലെയിൻ ബോളാണ്. ഇവരെല്ലാം കുഞ്ഞു കുഞ്ഞു പ്ലെയിൻ ബോളുകളാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് നമ്പർ 4 അല്ല നമ്പർ 3 ഇട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇനി നിങ്ങൾക്ക് ഇച്ചിരി വലുപ്പത്തിൽ ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ 5 തന്നെ ഈ ബോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എന്താണ്, ഞാൻ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്, ബോൾ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ക്രിസ്റ്റൽ ഉണ്ടല്ലോ, അത് സെയിം ആക്കി മാറ്റണം. ഇതിപ്പോൾ നമ്മൾ 4 ആണ് ക്രിസ്റ്റൽ കൊടുത്തേക്കുന്നത്, 4 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് മാറ്റിക്കളയണം. 5 അല്ലെങ്കിൽ 6 കൊടുത്തിരിക്കണം. കാരണം ഈ ബോൾ വലുതാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ക്രിസ്റ്റലും മാറ്റി കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൊക്കെ ഞാനതെല്ലാം ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല അല്ലേ. അതിന് അടുത്തത്, അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയാണ്. പിന്നെ വന്നിട്ട് നമ്മൾ ഇടാൻ പോകുന്നത്, ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ജാപ്പനീസ് പേളിൻ്റെ 3mm ക്രീം കളറാണ് കേട്ടോ. ക്രീം കളറാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതാണ്ട് നൂലൊക്കെ ഞാൻ നേരത്തെ പശ തേച്ച് വെച്ചേക്കാം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ട ഗതികേട് വരും, ഇളക്കി ഉപ്പടഞ്ച് വരും. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സൂചികളാണല്ലോ എപ്പോഴും നമ്മൾ ഈക്വൽ ചെയ്യേണ്ടത്, ഒരിക്കലും നൂലുകളായിരിക്കില്ലേ. എപ്പോഴും എന്തിനെടുത്താലും ഇതുപോലെ സൂചി ഈക്വൽ ചെയ്തിരിക്കണം. അല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചറിയണം. ഞാനൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഹൂക്ക് ആൻഡ് ചെയിനിലോട്ട് ഇടുക, കെട്ടാൻ പോവുകയാണേ. അപ്പോഴിതിൻ്റെ എൻഡിൽ ഇച്ചിരി ഒന്ന് പശ കൊടുത്തോണേ. 7000 പശ. ഇപ്പോൾ എല്ലാവരും ഇത് തന്നെയാണല്ലോ പശയാണ് ഉപയോഗിക്കുന്നത്. ഇത് ചിലപ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അടഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വെച്ച് കുത്തിയെടുത്താൽ മതി. ഞാൻ മിക്കപ്പോഴും അടയ്ക്കത്തൊന്നുമില്ല കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് ഇതായി പോവുമല്ലോ, അടഞ്ഞു പോവും. പിന്നെ കുത്തിയിട്ട് എടുക്കാവേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് പിന്നെ വരാത്തപ്പോൾ ഇതെന്ത് വരാത്തതെന്ന് നമ്മളിങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് ഒരു കുത്തൂടെ കൊടുക്കുമ്പോൾ എത്രമാത്രം നമ്മൾ അമർത്തിയോ അത്രമാത്രം ഈ വെളിയിൽ ചാടും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കണം. അനുഭവം ഗുരുക്കളില്ലേ എല്ലാം. നിങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കാണുമല്ലോ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. അതൊക്കെ എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇങ്ങനെ കെട്ടുക. ഇതൊക്കെ ഞാൻ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കാണിക്കുന്നതല്ല. തുടർന്ന് ഒരുപാട് പേര് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബോറടിക്കുന്നത് പറയല്ലേ. അപ്പോൾ ഞാൻ ഈ പശ തേച്ച് കഴിഞ്ഞാൽ അധികം വലിയ ഈ കെട്ടിലേക്ക് പോവില്ല. കാരണം പശ തേച്ച് കഴിഞ്ഞാൽ അവർ നല്ലോണം ഉറച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എവിടെ പോകാനല്ലെങ്കിൽ. എന്നിട്ട് ഈ ഇരിക്കുന്ന ഇവരെ 2 പേരെ കൂടെ ഇതുപോലെ ഒന്ന് തേച്ച് ഒന്നാക്കണം. ഇനി ഇടാൻ പോകുന്ന എൻഡിലെ 5 എന്ന് പറയുന്ന നമ്പറാണ്. ആ ഒരു ബീഡാണ്. ഒരു മിനിറ്റൊക്കെ ഉണങ്ങാനായിട്ടൊക്കെ വെച്ചേക്കണം, തുടക്കക്കാരൊക്കെ ആകുമ്പോഴത്തേക്ക്. ഇതുണ്ട് ഇതുപോലെ. പിന്നെ ഈ സൂചിയുടെ കാര്യം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തയ്യൽ സൂചിയും കൂടി ഒന്ന് കരുതി വെച്ചോണേ. കാരണം നമുക്ക് ഈ സൂചി എന്തിനാവശ്യമെന്ന് പറയാം. ചക്കിരി വരുന്നില്ലേ നമ്മുടെ കുരുമുളക്, ഈ സംഭവം ആ സംഭവം കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൂചിയിലേ പറ്റുള്ളൂ. ചിലതിന് ഹോള് കാണത്തില്ല, വളരെ ചെറുതായിരിക്കും. ചില ചക്കരിക്ക് നല്ല ഹോള് കാണും. അപ്പോൾ സൂചി കയറി പോകുന്ന ഉറപ്പുണ്ടെന്നുള്ളതിനൊക്കെ നമുക്ക് നമ്മുടെ തയ്യലിൻ്റെ സൂചി ഉപയോഗിക്കാം. തയ്യൽ സൂചി ചെറുതൊക്കെ കാണുമല്ലോ ഹോളുള്ളത്, നമുക്ക് പെട്ടെന്ന് കൊരുക്കാൻ പറ്റിയത്, അതൊക്കെ എടുക്കാം. ഈ ജ്വല്ലറിയുടെ തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല.
അങ്ങനെ നമ്മൾ 4 എടുക്കണോ 3 എടുക്കണോ, 3 എടുക്കാം. 4ഉം എടുക്കാം 3യും എടുക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ 3 ആണ് എടുക്കുന്നത് കേട്ടോ. 4ഉം നല്ലതാണ്, കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് എത്ര മുത്ത് കയറും എന്നൊക്കെ നോക്കാം. എത്ര എണ്ണം എടുക്കുക, എനിക്ക് തോന്നുന്നു എന്തായാലും 2 എണ്ണം എടുക്കേണ്ടി വരും. ഇതുപോലെ 2 എണ്ണം വേണ്ടി വരും. അപ്പോൾ അതിനെ ആദ്യം കട്ട് ചെയ്തിടുക. ഒരു എളുപ്പ വഴിയൂടെ ഞാൻ പറഞ്ഞുതരും കേട്ടോ. ആ എളുപ്പ വഴി എന്താണെന്നുള്ളത് കൺഫ്യൂഷൻ ആകാതെ നിങ്ങൾ നോക്കിയിരുന്ന് അത് ചെയ്യണം. എളുപ്പ വഴിയാണ്. ആ ഒരു വഴി പഠിച്ചാൽ നമ്മുടെ അടുത്ത ഒരു ജ്വല്ലറി വരുന്നതിൽ അത് ഉപകാരപ്പെടും. ഇവിടെ അങ്ങ് ഭയങ്കര മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ലെന്നേ. നമ്മുടെ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു ഇത്രയും മഴ വരുന്നത്. ചിറാപ്പുഞ്ചി. ഒരു ദിവസം നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഭയങ്കര മഴയായിരിക്കും. അത് രാത്രിയാകുമ്പോൾ അങ്ങോട്ട് തുടങ്ങും. ഇത് ക്രോസിങ് വരുന്നത് വേറെ രീതിയിലുള്ള ക്രോസിംഗ് ആണ് വരുന്നത്. ഇത് ഞാൻ കുറച്ച് മുത്ത് കൊരിക്കട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യണം. എളുപ്പ വഴി എന്ന് ഞാൻ പറയുന്നത് ഈ ഒരു ലൈനിൽ നിങ്ങൾ നോക്കണം. ഈ ഒരു ലൈനിൽ 2 മുത്തും ഇതാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്ന മുത്ത്. അങ്ങനെ നിങ്ങൾ കണക്കാക്കി ആദ്യം ഒരു 10 സെറ്റ് ഇടുക. അതായത് 3 വെച്ച് 10 സെറ്റ് ഇടുക. നമുക്ക് 20 എണ്ണം വേണം. ഓരോരുത്തർ കൈയുടെ വണ്ണത്തിൻ്റെ അളവനുസരിച്ചാണ് ഈ കൂടുതൽ. എനിക്ക് 20 മതി, അതുകൊണ്ടാണ് ഞാൻ 20 ഇടാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെച്ച് നോക്കണം ഓക്കെ ആണോ എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ 2 സെറ്റോ 3 സെറ്റോ ഒക്കെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം, അതിൻ്റെയും പറഞ്ഞു തരാം. അതിന് ശേഷമേ ഞാൻ ഇനി തുടങ്ങുന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ കിടന്ന് ഈ ഒരു പണി മാത്രത്തിലേക്ക് പോകും. ഇതും കൂടി അറിഞ്ഞിരിക്കണമല്ലോ, എങ്കിലല്ല ഒരു രസമുള്ളൂ. പണ്ടൊക്കെ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ചെയ്തിരുന്ന ഇങ്ങനെയാണ്. പിന്നെ ഞാൻ കണ്ടുപിടിച്ച സംഭവമാണിത്. ഏത് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള എളുപ്പപ്പണി എന്തുണ്ടെന്ന് നോക്കി നടന്ന്. അപ്പോൾ ഇവിടെ 3 ഇട്ടല്ലോ, ഇവിടെ ഞാൻ 3 ഇട്ടിട്ടുണ്ട്, ഇവിടെ 2. അപ്പോൾ ഈ 2 ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ 1, ഈ ലാസ്റ്റ് വന്ന് ഈ 3 എന്നുള്ളതുണ്ടല്ലോ, മുകളിലത്തെ 3, ആ 3ാമത്തെ മണി എടുത്ത് നമ്മൾ ക്രോസ് ചെയ്യും. അതായത് താഴത്തെ സൂചി വെച്ചിട്ട് മുകളിലത്തെ നൂലിലെ മണി വെച്ച് ക്രോസ് ചെയ്യും. ഈ ക്രോസ് ചെയ്യുമ്പോഴാണ് കണ്ട ഇതിങ്ങനെയാവും, ഇതുപോലെ വരും. ഇങ്ങനെ നിങ്ങൾ 20 എണ്ണമാണ് നമുക്ക് ചെയ്യേണ്ടത്. എപ്പോഴും ഒരു ലൈനിൽ 3 മുത്തിട്ടേക്കണം, ഒരു താഴത്തെ ലൈനിൽ 2 വരുന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇതുപോലെ നമുക്ക് 10 സെറ്റ് ഉണ്ടാക്കാം. ആദ്യം 10 ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ക്രോസിങ് ചെയ്ത് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോ, ഇതാണ് 1 2 3 4 5 6 7 8 9 10 11 ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ ഇട്ട് പോവുക. പിന്നെ ഇങ്ങനെ വെച്ച് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, കുഷ്യനില്ലേ, ഈ കുഷ്യനിലോട്ട് ഇതിൻ്റെ എൻ്റെ ഭാഗം നമ്മുടെ സെറ്റി പിന്ന് വെച്ച് കുത്തി അങ്ങോട്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് സ്പീഡ് കിട്ടും. ഇങ്ങോട്ട് നമ്മുടെ കൂടെ വരികയില്ല നൂലുകൾ. അതുകൊണ്ട് ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാം. ഇങ്ങനെ അല്ലാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോയിരുന്ന് ഇനിയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഇരുന്ന് പതുക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യൂ, എളുപ്പമായിരിക്കും. ആരുടെ സഹായമൊന്നും നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ മേളത്തെ നിലയിൽ നമ്മൾ 3 മണിയാണ് ഇട്ടേക്കുന്നത്. ഇനി താഴത്തെ നിരയിൽ എപ്പോഴും 2 മണിയിട്ട് ക്രോസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. എളുപ്പപ്പണിയാണ് ഇത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം ഈ ക്രോസിങ് നടക്കണമെങ്കിൽ താഴെ ഇവിടെ 2 മണി ഇട്ടേലേ ക്രോസിങ് നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിനെ അങ്ങോട്ട് നീക്കുക, ഇവരെ ഇങ്ങോട്ട് വലിച്ചു പിടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും മക്കളെ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇങ്ങനെ അങ്ങോട്ട് കയറ്റുക. പണി കിട്ടുമെന്ന് പറയാൻ വേണ്ടി പുതിയ ആൾക്കാരുടെ അടുത്ത് പറയുകയാണ്, ഈ സൂചി ഇങ്ങനെ കയറ്റുന്ന സമയം ഈ നൂലിൻ്റെ ഇടയിൽ കൂടെ കയറും. ഈ ഇടയിൽ കൂടെ കയറുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നിങ്ങൾ കിടന്ന് പിടിക്കും, ഇങ്ങോട്ട് കിടന്ന് വലിക്കും. അത് അനങ്ങത്തില്ല. അവസാനം എന്തേ പൊട്ടിച്ചെടുത്തോണ്ടെങ്കിൽ പോരും. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് ടൈമും എല്ലാം വെറുതെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നൂല് എപ്പോഴും ക്രോസിങ് സമയത്ത് ടൈറ്റ് ചെയ്ത് പിടിക്കണമെന്ന് പറയുന്നത്. ഇതുപോലെ വരും. അപ്പോൾ ഇത് എളുപ്പ പണിയാണ്, നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ താഴത്തെ ഇതിൽ നമ്മൾ 2 മണിയിട്ട് ക്രോസ് ചെയ്ത് പോകണം. പല അമ്മമാരും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, അവർക്ക് എന്നെ കൂടുതലും വിളിക്കുന്ന ചെറുപ്പക്കാരല്ല, കാരണം അവർ ഒരു 60 വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ളവരാണ് എന്നെ വിളിക്കുന്നത്. അത്രയും വിളിച്ചിട്ട് അവർ പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരു ടൈം പാസും മനസ്സിനെ ഒരുപാട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഓരോ സംഭവങ്ങളുമാണ്. നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്
എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് മനസ്സിനകത്ത് ദുഃഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് മറക്കാൻ പറ്റും. കാരണം ഒരു ജ്വല്ലറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളും അവിടെ തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിലങ്ങ് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷം. അന്നേരം എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതൊന്നും ഞാൻ സെയിലിനല്ല കൊടുക്കാനല്ല, എനിക്ക് എൻ്റെ കൊച്ചുമക്കൾ കുറേ പേരുണ്ട്, അവർക്കൊക്കെ കൊടുക്കാനാണെന്ന് പറഞ്ഞു. അത് നല്ല കാര്യമല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ വേണ്ട, ഒരിക്കലും നമ്മൾ സെയിൽ ഉദ്ദേശിച്ച് ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യരുത്. നമുക്ക് ആദ്യം ഒരു സംതൃപ്തി ഉണ്ടാകണം ഇതിനകത്ത് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾ പറയുമോ ഈ ജ്വല്ലറിയിൽ സംതൃപ്തിയല്ല, എല്ലാത്തിലും ഒരു സംതൃപ്തി കിട്ടണമെങ്കിൽ കച്ചവടം നടക്കണം, അത് വേറെ കാര്യം. പക്ഷെ അത് നടന്നോളും. പക്ഷെ നമ്മൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്തിയെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് കച്ചവടം നടക്കത്തുള്ളൂ. അല്ലാതെ ചിലർ വന്നിട്ട് ഇതൊക്കെ ഇപ്പോഴത്തെ കഥയല്ല, ഞാനിതൊന്നും പറയാം, ഈ പറഞ്ഞതല്ല, ഇനി പറയാൻ പോകുന്ന കഥ ഇപ്പോഴത്തെയല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് പലരും ബിസിനസ് മൈൻഡോട് കൂടിയാണ് വന്നിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടത്. വന്ന് കയറിയുണ്ട് ചോദിക്കുന്നത് എന്താണെന്നറിയാം, ചേച്ചി ഇത് എനിക്ക് സെയിലിനാണ് ഉദ്ദേശിക്കുന്നത്. സെയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് സെയിൽ ചെയ്യാം. ഇത് കച്ചവടത്തിന് വേണ്ടി മാത്രം പഠിക്കുന്നെങ്കിൽ അതൊരു കച്ചക്കവടമായി പോകും. അതായത് കള്ളത്തരങ്ങളിലൂടെ ആയിരിക്കും അത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല, നമുക്ക് ആത്മാർത്ഥമായിട്ടും ഒരാളുടെ കഴുത്തിൽ കിടക്കണം, അത് അവർക്ക് മാക്സിമം നല്ല ഡിസൈനുകൾ എത്തിക്കണം എന്ന് മനസ്സിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കച്ചവടം നടക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്തു കൊടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ എത്രയോ പേര് ഈ വീഡിയോ കണ്ടിട്ട് പോലും എൻ്റെ അടുത്ത് പറയാം, ചേച്ചി ഇതിങ്ങി താ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നവരുണ്ടെന്നറിയാം. പിന്നെ അതുപോലും ചെയ്തു കൊടുക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടാറില്ല. അതെന്തുകൊണ്ട്? എനിക്ക് വേണേൽ ചെയ്ത് കൊടുത്ത് ഇതിൽ കൂടെ കാശുണ്ടാക്കാം, ശരിക്കും കാശുണ്ടാക്കാം. പക്ഷേ ഞാൻ അങ്ങനെ അത്രയും ഇങ്ങോട്ടൊന്നും വലിയ ഇതിലേക്ക് പോകുന്നില്ല. പൈസയ്ക്ക് ആവശ്യമില്ലാഞ്ഞൊന്നുമല്ല കേട്ടോ, പൈസയ്ക്കൊക്കെ ആവശ്യമുണ്ടെന്നേ. ആർക്കാ പൈസയ്ക്ക് ആവശ്യമില്ലാത്തത്? എല്ലാവർക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട്. എല്ലാവരും ആർത്തി പൂണ്ട് നടക്കുക. എത്ര കിട്ടിയാലും മതിയാവാത്ത മനുഷ്യരാണ് ഈ ലോകത്ത് മൊത്തം. നിങ്ങളടുത്ത് സംസാരിച്ചിരുന്ന് എനിക്കേ മിസ്റ്റേക്ക് പറ്റി. ഇത് കണ്ടോ, ക്രോസിങ് ചെയ്തതാണ്. ഇത് ക്രോസിങ് അല്ല, ഇത് വന്നിട്ട് തൊഴുകയോടുകൂടി തൊഴുതോണ്ടിരിക്കുന്നതാണ്. ഇതാണ്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഇത് ക്രോസിങ് നടന്നില്ല എന്നുള്ളത്. എന്ത് നമ്മൾ മിസ്റ്റേക്ക് ചെയ്താലും നമുക്കത് അറിയാൻ പറ്റും. പിന്നെ ആണെങ്കിൽ എൻ്റെ ഇവിടുന്ന് ഒരു അമ്മയുണ്ട് കേട്ടോ, ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു അമ്മ തന്നെ, ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ അമ്മയ്ക്ക് കൈ നല്ല ഷുഗറിങ് ഉള്ളതാണ്. അപ്പോൾ ഈ അമ്മ വാങ്ങുന്ന സാധനങ്ങൾ 6000-7000 രൂപയുടെ സാധനങ്ങൾ വാങ്ങും. അപ്പം ഞാനിങ്ങനെ അമ്മയടുത്ത് ചോദിക്കും, ഇതെങ്ങനെയാണ് ഇത്രയും രൂപയ്ക്കൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഈ അമ്മ ഇതെങ്ങനെ ചെയ്യുന്നത്? പക്ഷെ അമ്മ പറയുന്നത് പുള്ളിക്കാരി പതുക്കെ ചെയ്യും. അപ്പോഴവരുടെ കൈക്കൊരു എക്സസൈസ് ആവും. അതാണ് ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാരി. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന്, ഇങ്ങനെ വെറുതെ ഇരിക്കൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, കൈക്ക് എക്സസൈസ്, പിന്നെ മനസ്സിനൊരു സന്തോഷം. എപ്പോഴും നമ്മുടെ രോഗങ്ങൾ മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നമ്മുടെ മനസ്സ് നല്ല സന്തോഷിച്ചാൽ മാത്രമേ ആ ഒരു രോഗം മാറുകയുള്ളൂ. ഇപ്പോൾ ഒരു നല്ലൊരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോവുകയാണെന്ന് ആ ഡോക്ടർ ദേഷ്യപ്പെട്ട് നമ്മുടെ അടുത്ത്, അത് നിങ്ങൾ എന്തുകൊണ്ടോ മരുന്ന് കഴിക്കാത്ത എന്താ, ഇതൊന്നും ഇങ്ങനൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ രോഗിയുടെ അസുഖം കൂടുകയല്ല ഉള്ളൂ, കുറയാൻ വല്ല വഴിയുണ്ടോ? ഇവിടെ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് ആദ്യം പറയുന്നത്, മോളെ സൗമ്യമായിട്ട് വേണം രോഗികളുടെ അടുത്ത് സംസാരിക്കാൻ, അതിൽ പകുതി അവരുടെ അസുഖം മാറും. അല്ലാതെ ഒരിക്കലും ഒരു രോഗിയെ വന്നിട്ട് അവരുടെ അടുത്ത് ദേഷ്യപ്പെടുകയോ നമ്മളൊക്കെ തിരക്കാണെന്ന് പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. സൗമ്യമായിട്ടിരുന്ന് അവരുടെ കാര്യങ്ങളെല്ലാം കേൾക്കുക. അതിലൊക്കെയാണ് ഓരോരുത്തരുടെ പകുതി അസുഖങ്ങൾ മാറുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഫ്ലവർ തെറാപ്പി, പൂക്കളുടെ തെറാപ്പി? ഈ ചെടികളൊക്കെ നട്ട് വളർത്താൻ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, ചില രോഗികളെടുത്ത് പറയുന്നുണ്ട്. അവരെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്. അവർ ചീത്ത വിളിക്കത്തില്ലല്ലോ, അത് മാത്രമല്ല അവർ നല്ല സുഗന്ധങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തരും, നല്ല നല്ല കളറായിട്ടുള്ള ഫ്ലവറുകൾ നമ്മളിലേക്ക് എത്തിക്കും. അങ്ങനെ വരുമ്പോഴും നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അല്ലാതെ ചുമ്മാ യാന്ത്രികമായിട്ട് ഒരാൾ ചിരിച്ചു എന്ന് വെച്ചുകൊണ്ട് ഒരിക്കലും ഒരാളുടെ അസുഖവും മാറാൻ പോകുന്നില്ല, വിഷമങ്ങളും മാറാൻ പോകുന്നില്ല, ഉറപ്പാണ്. ഞാൻ അതൊക്കെ അനുഭവസ്ഥയാണ്. അതുകൊണ്ട് എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ ഞാനിതൊക്കെ പറയുന്നത്. ആ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ ഇതൊരു മോട്ടിവേഷൻ ക്ലാസ്സൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ മറ്റുള്ളവർ വന്നിട്ട് ചുമ്മാതിരുന്ന് ഓരോന്ന് കഥകൾ പറയുന്നത് കേൾക്കാം. പക്ഷേ അങ്ങനൊന്നും എനിക്ക് പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ഞാനിതൊക്കെ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. തെറ്റാതെ ഞാൻ ഓരോ കാര്യങ്ങൾ ഇവിടെയും ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധിച്ച് വരുന്നുണ്ട്.
ഈ കണക്കെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം, ക്രോസിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ നടുക്കത്തെ ക്രോസിങ്ങിൻ്റെ കണക്കാണ് നമ്മളെപ്പോഴും എണ്ണമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 നമ്മൾ ക്രോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 8 കൂടി വന്നു കഴിഞ്ഞാൽ എൻ്റെ കൈയുടെ അളവാകും. നിങ്ങളുടെ കൈയുടെ അളവിന് നിങ്ങൾ അളന്ന് നോക്കണം. അപ്പോൾ ഇതല്ലേ എളുപ്പപ്പണി. നമ്മൾ ഒരു സൈഡിൽ തന്നെ മുത്തുകളിട്ട് അങ്ങോട്ട് പോവുക, പിന്നെ ഞാൻ പറഞ്ഞ പ്രകാരം എടുക്കുക, സ്പീഡായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി സ്പീഡ് കുറവുണ്ട്. കാര്യം വെച്ചാൽ നമ്മുടെ കൂടെ അതിങ്ങ് വരും, ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്കും. പിന്നെ നിങ്ങളുടെ അടുത്ത് കഥകളൊക്കെ പറയണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒന്നും പറയാതിരുന്ന ചിലർക്ക് അത് വിഷമമുണ്ട്. ചിലർ ചേച്ചി എന്താ ഇപ്പോൾ ഒന്നും പറയാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് ഒന്നും ഒരു മൂഡ് കാണത്തില്ല കേട്ടോ, പറയാനായിട്ട് ധൃതിയൊക്കെ ആയി പോവാം. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതെ പെട്ടെന്ന് തീർത്തിട്ട് അങ്ങ് പോകുന്നു. ഇന്നെന്തായാലും അങ്ങനെ തീർക്കത്തൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ സംസാരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പോയിൻറ്റുകളുണ്ട്. എന്താണെന്നറിയട്ടെ, നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ടൈറ്റ്നെസ് ഒന്ന് കുറയുന്നതായിട്ട് തോന്നും. ഒരുമാതിരി ഉറങ്ങിയ പോലെ ആവും ഈ നൂലുകൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ നൂലിന് ടൈറ്റ് ആകാൻ വേണ്ടി ഇതുപോലെ കുറച്ച് പശ തേച്ചങ്ങ് കൊടുക്കണം. അപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്കും അവിടെ നല്ല ടൈറ്റായിട്ടിരിക്കും. അത് നിങ്ങൾ മറക്കരുത്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇവിടെ ഒന്ന് ചെയ്തോണേ. പിന്നെ എനിക്കൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ധാരാളം മുത്തുകൾ അങ്ങ് വേസ്റ്റെന്ന് വെച്ചാൽ നുള്ളിപ്പറക്കാൻ പിന്നെ എനിക്ക് സമയം കിട്ടത്തില്ല. ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ എന്തോരം വർക്ക് ചെയ്യുന്ന ആളുടെ അവസ്ഥയാണിത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയില്ല, നിങ്ങളൊക്കെ ഓരോ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ കിടക്കുന്ന ആ വീട്ടിലെ അവസ്ഥ എന്താണെന്ന്. മുത്തുകളൊക്കെ വല്ലവർക്കും വീട്ടിൽ വന്ന് കയറാൻ പറ്റുമോ? സത്യം പറഞ്ഞിട്ട് ആരെങ്കിലും നേരത്തെ വിളിച്ച് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴേ എല്ലാം വലിച്ചു വാരി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നങ്ങ് ഇടും. പിന്നെ അത് കിടന്ന് തപ്പൽ പറക്കൽ എവിടെ കൊണ്ട് കളഞ്ഞു ഒരു ഓർമ്മയും കിട്ടത്തില്ല. അങ്ങനെ പിന്നെ അതിനെല്ലാം പറക്കിടും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഈ ഒരു കൂടാരം. അപ്പോൾ ഞാൻ പറയുന്നു, എൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് തരം തിരിച്ച് ഒന്ന് പാക്കിങ്ങിനും എനിക്ക് ഈ ട്രിവാൻഡ്രത്ത് ഈ പൂജപ്പുരയ്ക്ക് ഒരു ചുറ്റളവുണ്ടല്ലോ, അവർക്ക് വന്ന് പോകത്തക്ക വിധത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്നാൽ ഞാനൊരു ജോലി കൊടുക്കുന്നതായിരിക്കും. അതായത് എനിക്കൊന്ന് ഇതെല്ലാം ഒന്ന് തരം തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ പാക്കിങ് കുറേ ഉണ്ടാവും. അതെല്ലാം ഒന്ന് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ, ഒരു സ്ത്രീയെ കിട്ടിയായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. പിന്നെ ജോലിയുടെ കാര്യം പറയുമ്പോൾ അതും കൂടി എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് ജോലി അത്യാവശ്യമാണ്. പക്ഷേ ഈ ജോലി കിട്ടാൻ വേണ്ടി അവർ കിടന്ന് കഷ്ടപ്പെട്ട് ഞാൻ അനുഭവസ്ഥയുടെ എൻ്റെ ഒരു വെള്ളത്തിൻ്റെ പുറത്താണ് ഞാനീ പറയുന്നത്. കഷ്ടപ്പെട്ട് വന്ന് കയറി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഫോൺ താഴെ വെക്കാൻ സമയമില്ല. കാര്യം വെച്ചാൽ പിന്നെ അവരുടെ വിചാരം അവർ ഓക്കെ ആയി, പിന്നെ ഇനി അവർക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ബന്ധുക്കൾ അവിടെ കിടക്കുന്ന ഈ നാട്ടുകാരൊക്കെ ഇത്രയും വിളിയുണ്ടോ എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര അതിശയമാണ്. പിന്നെ വീട്ടിലേക്കുള്ള വിളി, പിന്നെ അതിന് പോകണം ഇതിന് പോകണം. അതുവരെ ചൊറിയും കുത്തിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങളാണ് ഇവിടെ നിന്നല്ല എവിടെയും ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ എനിക്ക് വേണ്ട കേട്ടോ. ജോലി ചെയ്യാൻ വരുന്നെങ്കിൽ ആ ജോലി ചെയ്യാൻ വേണ്ടി തന്നെ വന്നിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്. അല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ട് അവനവൻ്റെ വീട്ടിൽ നേരത്തെ പോകാനുള്ള വഴി നോക്കുക. അല്ലാതെ അവിടെ ഇരുന്ന് 5 മണിയെന്ന് പറഞ്ഞാൽ 5 മണി വരെ ഇരുന്ന് ജോലി ചെയ്യുന്നതിലല്ല കഥ. ആ ജോലി എത്രമാത്രം ഫിനിഷ് ചെയ്യുന്നതിലാണ് കഥ ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ജോലിക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന പണിയേക്കാൾ കൂടുതലും ചെയ്തിട്ട് ചിലപ്പോൾ 3 മണിക്ക് അവർ തീർക്കുന്നവരുണ്ട്, 3 മണിക്ക് തീർക്കുന്നവരുണ്ട്. അപ്പോഴെന്ത് ചിലർ ഓണർമാരെന്ത് പറയും, ഇവന് 3 മണിയായപ്പോൾ തീർത്താൽ ഇവൻ 5 മണി വരെ നിന്നാലല്ല നമുക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കരുത്. അവർ എത്ര ഫിനിഷ് ചെയ്ത് വെച്ചേക്കുന്നത് അവർ പോട്ടെ, അവരുടെ ശമ്പളം കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിടും. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ 5 മണി വരെ ഒരു തൊഴിലാളി നിന്ന് പണി ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവനവൻ ജോലി ചെയ്ത് പോവുക, അവനതിന് മുമ്പേ എല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ ആർക്കെങ്കിലും ജോലി വേണമെന്നുണ്ടെങ്കിൽ വരിക, ഞാൻ തരാം. അപ്പോഴങ്ങനെ 10 ക്രോസിങ് 10ഉം 20 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 20 ക്രോസിംഗ് ആണ് വരുന്നത്. അപ്പോൾ 20ാമത്തെ ക്രോസിംഗ് ആണ് ഇത് വരുന്നത്. ക്രോസിംഗ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു സ്ട്രിങ് എടുത്തിട്ടുണ്ട്, നമ്പർ 3 അല്ലെങ്കിൽ 4. ഒറ്റ സ്ട്രിങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനിയപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും പഴയതുപോലെ ഒരു മുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്.
ആദ്യം നമ്മളൊരു മുത്തിട്ട് കയറിയില്ലേ, ഇറങ്ങി വന്നില്ലേ, അതിനെ തിരിച്ച് കയറുന്നത് ഒരു മുത്തിട്ട്, വലിയ മുത്ത് നമ്പർ 5. ഇനി ഇത് തന്നെ ആകണമെന്നില്ല, നമ്പർ 6 വെർട്ടിക്കലും വാങ്ങിച്ച് നമുക്കിതുപോലെ തന്നെ ചെയ്യാം. കച്ചപ്പുറം പണ്ട് ഇതുപോലത്തെ പാദസരം ഉണ്ടായിരുന്നു കേട്ടോ. കച്ചപ്പുറം പാദസരം എന്ന് എന്താ പറഞ്ഞാൽ ക്രോസിങ് പാദസരമാണിത്. ഇത് മാത്രവും നമുക്ക് പാദസരമായിട്ട് ഇടാം. കണ്ടിട്ടില്ലേ, ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് അങ്ങനത്തെ പാദസരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു, റെഡിമെയ്ഡായിട്ടും വരുന്നുണ്ടായിരുന്നു. ഇനി അപ്പോൾ നമ്മളെന്താണ് അടുത്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്കി ഭാഗം. അപ്പോൾ നമ്മൾ അവിടെ ഹൂക്ക് ഇതാ ഇവിടെ കിടപ്പുണ്ട്, അതിൻ്റെ ചെയിന് കട്ടിങ്സ് ചെയിന് റിങ് ഇവിടെയാണ്. അപ്പോൾ ഇത് ഞാൻ വന്നിട്ട് ഇങ്ങനെയാണ് ഇടുന്നത്. ഈ നമ്പർ 5 മുത്തില്ലേ, ഈ 5 മുത്തിനകത്തൂടെ 2 സൂചിയും കൂടി ഇങ്ങനെ കയറ്റും. അവിടെയും കുരുങ്ങാതെ നോക്കണം, നിങ്ങൾ നോക്കിയോ. ഇത് പിടിച്ച് വരുമ്പോഴത്തേക്കണ്ട ഇങ്ങനെ കണ്ട. ഇപ്പോൾ അത് കംപ്ലീറ്റായി. ഇവിടെ ഇച്ചിരി ഇങ്ങനെ വരുന്നതിന് മുമ്പ് ഈ ഭാഗത്തായിട്ട് കുറച്ച് പശയും കൂടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കും കണ്ടോ. എന്നിട്ട് ഇവിടെ വെച്ചാണ് ഞാനൊരു കെട്ട് കെട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ കെട്ടും ആരും കാണത്തില്ല. 1 2 ഒക്കെ കെട്ടിക്കോ, സ്ട്രോങ് ആയിരിക്കണം കെട്ട്. എന്നിട്ട് ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യത്തില്ല. നമ്മൾ ഈ ഒരു നമ്പർ 3 മണി വഴി നമ്മൾ 2 സൂചിയിലെ നൂലും കയറ്റി വിടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുത്തിനകത്തൂടെ വലിയ മുത്തിനകത്തൂടെ കയറിയിട്ട് അവിടെ ഇട്ടൊരു കെട്ട് കെട്ടിയല്ലോ, അതിന് ശേഷം നമ്മൾ അവിടെ ഇട്ട് കട്ട് ചെയ്യാൻ നിൽക്കരുത്. അത് ഇതുപോലൊരു മുത്തിനകത്ത് വീണ്ടും ഇതുപോലെ കയറിയിട്ട് അങ്ങനെ വന്ന ഒരു നൂലാണിത്. ഈ നൂല് അതുപോലെ തന്നെ ഞാൻ അത് കെട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളെ ഈ ഒരു കെട്ടൂടെ കാണിച്ചത്, ഇവിടെയും കൂടി നമ്മളിട്ട് ഒരു കെട്ട് കെട്ടും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ 2-3 കെട്ട് വരുമ്പോഴത്തേക്ക് അത് പെട്ടെന്നൊന്നും ഒരു കുഴപ്പവും പറ്റുകയില്ല. ടൈറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ അവിടെയും കട്ട് ചെയ്യാൻ പോകരുത്. നമ്മൾ അടുത്ത ഒരു ഹോൾ വഴിയൂടെ പോയിക്കോ, ഒരു ബീഡ്സിനകത്തൂടെ ഒരു നമ്പർ 3 മണി വഴി കയറിക്കോണം. അങ്ങനെ എത്ര വേണേലും കയറി പോകാം, സമയമുണ്ടെങ്കിൽ. സമയമില്ലല്ലോ നമുക്ക്. ഇതാ കേട്ടോ. ഇനി നമ്മളിവിടെ വെച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഇത് 2 നൂലും കട്ട് ചെയ്യരുത്. ഈ ഒരു സംഭവം അങ്ങനത്തെ അല്ല. ഇത് നമുക്ക് ഒരു നൂല് ആവശ്യമുണ്ട്. ഒരു നൂല് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇതിവിടെ ഒരു നൂലിൻ്റെ ആവശ്യം നമുക്കുണ്ട്. ഇനി ക്രോസിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്രോസിംഗ് വഴി ഞാൻ കയറുകയാണ്. കയറി ഇനി ഒരു നമ്പർ 3 മണിയൂടെ നമുക്ക് വേണ്ടി വരും. ഇതുപോലത്തെ ഒരു നമ്പർ 3 മണിയൂടെ വരും. പക്ഷെ അത് ഫുള്ള് വേണ്ട. എന്തായാലും നമുക്ക് 2 മണിയായിട്ട്, ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ കാര്യത്തിനാണ് ഞാൻ കണക്ക് പറയുന്നത്. അപ്പോൾ 2 മണിയായിട്ട് നമുക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇനി പേളിൻ്റെ ഉപയോഗം ഇപ്പോഴാണ് വരാൻ പോകുന്നത്. ഇനിയും ചെയ്യാൻ പോകുന്നത് ഒരു നമ്പർ 3 മണി എടുക്കും. ഒരു 3 പേള്, ജാപ്പനീസ് പേളിൻ്റെ ഒരു ബീഡ്, വീണ്ടും ഒരു നമ്പർ 3 മണി. കണ്ട ഇങ്ങനെ ഇടും. ഇത് മുകളിലുള്ള വർക്കാണ്. ഇപ്പം കച്ചപ്പുറം കഴിഞ്ഞു. ഇതിനി മുകളിലൂടെ ഒരു ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പോകുന്നില്ലേ, അതിനുള്ള വർക്കാണ് കാണിച്ചു തരുന്നത്. ഈ ക്രോസിങ് ചെയ്ത് ഞാൻ ഇങ്ങനെ വന്നു, ഈ ക്രോസിങ് സ്ഥലത്തൂടെ ഇങ്ങോട്ട് വന്നു. ഇനി തിരിച്ച് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? ക്രോസിങ് ചെയ്ത് അടുത്തതാണ്ട് ഇതിനകത്തോട്ട് ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോഴും മുത്ത് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ നോക്കിയോ, ഇതാ കണ്ട, ഇങ്ങനെ ഇരിക്കും, മുകളിലായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ ഈ നൂല് ഇവിടെ വന്നു. ഇനി നമ്മൾ മുത്തിട്ട് താണ്ട് ഇങ്ങനെയാണ് കയറാൻ പോകുന്നത്. ക്രോസിങ് ഇങ്ങനെ കയറല്ലേ, ഇത് ക്രോസിങ് ആവില്ല. നമുക്ക് ഇങ്ങനെയാണ് പോകേണ്ടത്. എങ്കിൽ മാത്രമേ ഈ മുത്ത് ഇങ്ങനെ ഏങ്കോണിച്ച് ഇരിക്കത്തുള്ളൂ. ഞാൻ അടുത്ത ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങളെ. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവഴി എടുത്ത് ഇങ്ങനെ ഈ നൂല് ക്രോസ് ചെയ്ത് വന്നു. ഇനി വീണ്ടും നമ്മൾ ഇങ്ങനെയാണ് കയറുന്നത്. ഇതാണ്ട കണ്ടോ, ഇങ്ങനെയാണ് വന്നേക്കുന്നത് കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചാൽ മാത്രമേ നമ്മൾ ആ വിചാരിക്കുന്ന രീതിയിലുള്ള ബീഡ്സിൻ്റെ ഇത് വരുവുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഈ ചരിഞ്ഞാണ് ഇത് വരുന്നത് കണ്ടോ. ഇങ്ങനെ വരും. അപ്പോഴേ ആ ഒരു ബ്രേസ്ലെറ്റിനായാലും പാദസരത്തിനായാലും ആ ഒരു നല്ലൊരു ഭംഗി വരത്തുള്ളൂ. ഒരു സ്ഥാപനം നടത്തുമ്പോൾ പല കാര്യങ്ങളും പല സമയത്ത് ഓർത്താണ് എനിക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ പകുതി വിജയവും സ്റ്റാഫുകളായിരിക്കും,
സ്റ്റാഫുകളായിട്ട് നടക്കുന്നത്. പക്ഷേ ഇന്നത്തെയൊക്കെ കാലത്ത് സ്റ്റാഫുകൾ വന്ന് കയറുമ്പോൾ അവർ സ്റ്റാഫുകൾ, വന്ന് കഴിയുമ്പോൾ അവർ മുതലാളി, നമ്മൾ തൊഴിലാളികൾ. അങ്ങനെയാണിപ്പോൾ കാര്യങ്ങൾ. അതുകൊണ്ട് എൻ്റെ ഈ ബിസിനസ്സിൽ ഞാൻ ഒരു തൊഴിലാളിയെ വെച്ചിട്ടില്ല, ഒരു തൊഴിലാളി വെക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഹെൽപ്പാണ്. അവർ നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ 16 വർഷക്കാലം ഒരു സ്ഥാപനം ഇട്ട് ഞാൻ ഈ തൊഴിലാളികളെയും കൊണ്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് പേടിച്ചിട്ടാണ് ഞാൻ ഈ 2ാമത് സ്ഥാപനം തുടങ്ങിയപ്പം ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. അന്ന് എനിക്ക് ഒരുപാട് പെണ്ണുങ്ങളെ കൊണ്ട് ഇവിടെ കച്ചവടം ചെയ്തവരാ സ്റ്റാഫുകളുണ്ടായിരുന്നു എനിക്ക്. ഇന്ന് ഇതേ സംഭവം തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. മതി, എനിക്കിതിനകത്ത് എല്ലാ കാര്യങ്ങളും അറിയാൻ ചെയ്യാനായിട്ട്. ഇവരെയൊക്കെ പഠിപ്പിച്ചെടുത്തതേ ഞാനാണ്. എന്നിട്ടാണ് അവസാനം നമുക്കിട്ട് എല്ലാവരുടെ പണി തന്നിട്ട് പോയത്. അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും ദൈവം സഹായിച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണ് എല്ലാം ചെയ്യുന്നത്. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. പേളിനും അതിൻ്റെതായ ഭംഗിയുണ്ടല്ലേ കണ്ടോ. ഇങ്ങനെ ചരിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രോസിങ് ഇങ്ങനെ വേണം വരാനായിട്ട്. ഇങ്ങനെ പോകരുത്. ഇങ്ങനെ പോയാൽ അത് നേരെ ഇരിക്കും. ഇതെങ്ങനെയുണ്ട്, കൊള്ളാമോ? പേളാണോ നല്ലത്, ബ്ലാക്കാണോ, മെറൂണാണോ, എന്താണെന്ന് വെച്ചാൽ പറയണേ കേട്ടോ. ഞാൻ പേളിൽ ആദ്യമായിട്ട് ചെയ്തതാണ് കേട്ടോ. 2 കളർ നേരത്തെ ചെയ്ത് വെച്ചതുകൊണ്ട് ഞാൻ പേളിലൂടെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫിനിഷ് ചെയ്യുന്നത് കണ്ടോ, നമ്മൾ ഈ 3 എണ്ണം ഇട്ട് നമ്മൾ ഇതുവഴി വന്നിട്ട് നേരെ ഈ നമ്പർ 5 ഇല്ലേ, ആ 5-നകത്തോട്ട് കയറി പോവുകയാണ്. അപ്പം ഇതിങ്ങനെ വരും. ഇവിടെ വന്നിരിക്കുന്നുണ്ടോ. എന്നിട്ട് പഴയതുപോലെ നമ്മൾ ആ റിങ്ങിനകത്തൂടെ കയറി തിരിച്ച് നമ്പർ 5-നകത്തൂടെ പോയിട്ട് നമ്മൾ ആദ്യം എങ്ങനെ കയറി അതുപോലെ തന്നെ ഒരിക്കലും അവിടെ ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നൂലിങ്ങനെ വായും തുറന്നിങ്ങനെ ഇരിക്കും. ഞാനൊക്കെ ജ്വല്ലറി ആദ്യം ശ്രദ്ധിക്കുന്നത് എൻ്റെ ബാക്കൊക്കെ നോക്കും, എങ്ങനെയുണ്ട്, ഫിനിഷിംഗ് ഉണ്ടോ എന്ന് നോക്കും. തീർന്നു. കെട്ടാൻ മറക്കരുത് കേട്ടോ. കെട്ടുക, അവിടെ വെച്ച് കെട്ടുക. ഒരു മുത്തിനകത്തൂടെ ഏതെങ്കിലും ആ പോയിന്റിലുള്ള ഏതെങ്കിലും ഒരു മുത്തിനകത്തൂടെ തിരിച്ചിറങ്ങുക, കട്ട് ചെയ്ത് മാറ്റുക. മുത്തുകളൊക്കെ ഇറങ്ങാനൊക്കെ ഇഷ്ടം പോലുണ്ട്. നിങ്ങൾ നോക്ക്, ഇതിൻ്റെ കെട്ട് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ല. രസമുണ്ട് കേട്ടോ. ഇനി ബ്രേസ്ലെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പേള് ഗുങ്കുരു കെട്ടി ഇതിൻ്റെ എൻഡിൽ കൊടുക്കുക. അങ്ങനെ ഞാൻ ഗുങ്കുരു ഉണ്ടാക്കി 2 പേളിട്ട് പിന്നെ ഒരു നമ്പർ 3 കൂടെ ഇട്ട് മിക്സ് ചെയ്തൊരു അത് എങ്കിലേ അല്ല ഒരു ബ്രേസ്ലെറ്റ് ആകത്തുള്ളൂ. അല്ല നമ്മൾ ചുമ്മാ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടിട്ട് അത് ബ്രേസ്ലെറ്റ് ആവില്ല. ശരിക്കും ഒരു ബ്രേസ്ലെറ്റ് ഇപ്പോഴാണ് ആയത്. കാരണം ഇങ്ങനെയും കൂടി വരുമ്പോഴല്ലേ എൻ്റെ ഒരു ഭംഗി വരത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിനാവശ്യമുള്ളത് കണ്ടല്ലോ, എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം വന്നത്. 2 നമ്പർ 3 മണി നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു ഹൂക്കാൻ ചെയിൻ എടുത്തിട്ടുണ്ട്, പിന്നെ പേള് നമുക്ക് മുറിച്ചൊന്നും കിട്ടത്തില്ല, ഒരു സ്ട്രിങ്ങായിട്ടേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയാണ് നമുക്ക് ചിലവായത്. അപ്പം ഇത് ഒരു ബ്രേസ്ലെറ്റിനാണ് 2 എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 1.5 എന്തായാലും ആയിട്ടുണ്ട്. നമ്പർ 3 ആയാലും 4 ആയാലും 1.5 ആകും. നിങ്ങൾക്ക് പേളാണോ ഇഷ്ടപ്പെട്ടത്? ഇത് പകുതി വരും പറയും പേളാണ് ഇഷ്ടപ്പെട്ടത്. ചേച്ചി പേളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടേ എന്ന് പറയും. ഇതിലേതാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻസിലൊന്ന് അറിയിച്ചേ. അങ്ങനെയൊക്കെയല്ലേ ചേച്ചിമാരെ ഞാൻ അറിയുന്നത്. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾ ഇത് പോയി ഭീമയിലോ അല്ലെ ജോസ്കോയിലോ ഒന്നും ചോദിക്കല്ലോ കേട്ടോ. അവരൊന്നും തരുക പോലും ഇല്ല. അവിടെ അവർ കണ്ടിട്ട് പോലും കാണത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. ഓ ഇത് രസം, ഇത് എത്ര പവനായിരിക്കുമല്ലേ. ഇപ്പം പേള് ഇതെല്ലാം മാലയായാലും നല്ല. പക്ഷെ മാലയിൽ വരുന്ന ഒരു പ്രത്യേകത കൂടി ഞാൻ പറയാം. ഇത് ഒരു കാരണവശാലും നിങ്ങൾ മാല ചെയ്യുകയാണെങ്കിൽ കറങ്ങിപ്പോകില്ല. പകരം ഇവിടെ വന്നിട്ട് ഇത് ഏകദേശം ഇവിടെ വരെ വരും. വന്നിട്ട് ഇവിടെ ഒരു ബോൾ ഇട്ട് കൊടുത്ത് ആ നൂലിനെ 2 നൂലിനെ കൂടെ ഒന്നാക്കി ആ ഒരു ബോൾ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് തിരിച്ച് വീണ്ടും ഇതേ ക്രോസിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇത് കറക്റ്റേ കിടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഇതിങ്ങനെ വന്നിട്ട് വല്ലാത്ത രീതി കമന്ന് കിടക്കും. അത് കമന്ന് കിടക്കാതിരിക്കണമെങ്കിൽ ഈ നടുഭാഗത്ത് ഒരു ബോൾ ഇട്ട് കൊടുത്താൽ മതി. ഏതെങ്കിലും നല്ല ഡിസൈൻ ബോൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നത് വെച്ചാൽ ഇത്
കൈയുടെ വലിപ്പത്തിനാണ് നമ്മൾ ഇത്ര എടുത്തിരിക്കുന്നത്. നമ്പർ 3 മണിയായാലും ശരി. നമ്മുടെ ഒരു പാദസരത്തിന് ഒരു സൈഡിലേക്ക്, ഒരു കാലിലേക്ക് നമുക്ക് വേണ്ടുന്നത് 3 നമ്പർ 3 മണി വേണം. അങ്ങനെ 2 എണ്ണം വരികയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് 6 നമ്പർ 3 മണി പാദസരത്തിന് വേണ്ടി വരും. ഇതിപ്പോൾ കൈയുടെ ഒരു അളവിനാണ് നമ്മൾ ഈ 1.5 എന്ന് പറഞ്ഞത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണേ. അത് കാലിൽ വെച്ച് നോക്കിയപ്പോഴാണ് എനിക്കും മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയാണ് സംഭവം. ഇത് വെച്ച് നിങ്ങൾ എന്തൊക്കെ വേണം ചെയ്യുമെന്നുള്ളത് എന്നെ ഓരോരുത്തരും കാണിച്ചു തരണം. എനിക്ക് ഓരോരുത്തരൊക്കെ അയച്ചു തരുന്നുണ്ട് കേട്ടോ. എനിക്ക് സന്തോഷമാണ്. എൻ്റെ കുട്ടികളൊക്കെ നല്ലതായിട്ടൊക്കെ എല്ലാം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്, കുട്ടികളും അമ്മമാരും അമ്മൂമ്മമാരും എല്ലാവരും. അപ്പോൾ ഇനി എന്താണ്, ഇനി നമ്മളടുത്ത ആഴ്ച വീണ്ടും കാണും. ഓക്കെ, ബൈ.